ഇന്ന് അച്ചപ്പം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഇത് പച്ച അരിപ്പൊടിയാണ്, വറക്കാത്ത അരിപ്പൊടി പൊടിച്ചെടുത്തത്. 1/2 കപ്പ് മൈദ, ഇതിന് 1 ഗ്ലാസ് കട്ട തേങ്ങാപ്പാൽ, 2 മുട്ട, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് എള്ള്, 1 ടേബിൾ സ്പൂൺ എള്ള്, ഉപ്പ്. അത് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് സ്പൂൺ വെച്ച് അടിച്ചാലും മതി. പഞ്ചസാര ഒന്ന് നന്നായിട്ട് അരിയാൻ വേണ്ടിയാണ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി, 1/2 കപ്പ് മൈദാപ്പൊടി, ഉപ്പ്, പിന്നെ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യായിരുന്നു. ഇനി തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിക്കാം. ഒരു ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസാകണം. ഈ ഗ്ലാസ്സിന്, ഈ വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലൊഴിച്ച്, അത് പോരാ. ഒരു 1/4 കപ്പ് പാലൂടെ ഒഴിക്കാം. ഇനി ഈ എള്ള്, 1 ടേബിൾ സ്പൂൺ എള്ളുണ്ട്, അതിടാം. ഇനി ഇതൊന്ന് അരമണിക്കൂർ വെച്ചേക്കാം. ഇനി അച്ചപ്പം ചൂടുന്നതിന് മുമ്പ് ഓയിൽ ഒഴിച്ചിട്ട് അച്ച് അതിൽ കുറച്ച് നേരം ഇട്ടേക്കണം. ഓയിൽ ഒഴിക്കാം. ഇനി ഈ അച്ച് ഇത് ആണെങ്കിൽ ഒരു 12 മണിക്കൂറോളം പിഴുപുളി ആണെങ്കിൽ വെള്ളം ഒഴിച്ച് ഞെരടി അതിലിട്ടിരുന്ന നന്നായിട്ട് ഇളകി വരാൻ വേണ്ടി. ഇതിനി എണ്ണയ്ക്കകത്തൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ അച്ച്. ഇനി മാവ് ഇതിലോട്ടെടുത്ത് ഇതിൽ മുക്കാം. ഫുള്ള് മുങ്ങരുത്. ഇങ്ങനെ തട്ടി കൊടുക്കണം. ഒത്തിരി നേരം വെച്ചിരുന്ന ഇളകി പോകത്തില്ല. വെച്ചെന്നിട്ട് അതിൽ തന്നെ ഇട്ടേക്കണം. ഇതെടുക്കാം. അച്ചപ്പം എല്ലാം ഉണ്ടാക്കി. തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ, ഇതിന് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത്രയും അച്ചപ്പം ഉണ്ട്. 2 കപ്പ് അരിപ്പൊടി, വറക്കാത്ത അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 2 മുട്ട, എള്ള്, പിന്നെ 2 കപ്പ്, ഇതിന് 2 കപ്പ് തേങ്ങാപ്പാൽ. ഇത്രയും ചേർത്ത് ഉണ്ടാക്കിയത്.